Part-1 വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഷോൾഡർ പെയിൻ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നെല്ലാമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരാമർശിക്കാൻ പോകുന്നത്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സവീത കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിലെ പ്രൊഫസർ ആൻഡ് വൈസ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജിബു ജോർജ് വർഗീസ് ആണ്. ഡോക്ടർ, ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഡോക്ടർ, ആദ്യം നമ്മൾ ഇന്ന് ഷോൾഡർ പെയിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ പെയിൻ എന്താണെന്ന് ഒന്ന് പറയാമോ? ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ കോംപ്ലക്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഈ ഷോൾഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് സാധാരണമായിട്ട് ഷോൾഡർ എന്ന് പറഞ്ഞു പോകുകയല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തെ ഒരു സ്ട്രക്ചറാണ് ഷോൾഡർ എന്ന് പറഞ്ഞത്. ഷോൾഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനാറ്റമിയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് കോളർ ബോൺ, അതുപോലെ തന്നെ ഷോൾഡർ ബ്ലേഡ്, പിന്നെ ഹ്യൂമറസ് ബോൺ. ഈ ബോൺസാണ് ഈ ഷോൾഡർ ജോയിൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നതാണ് ഷോൾഡറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിൻ്റെ സ്ട്രക്ചറാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസ് 3 ഡയമെൻഷനിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണാം വളരെയധികം നമ്പർ ഓഫ് മസിൽസാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഷോൾഡർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു 4 ബോൺസ് ചേർന്നുള്ള ഒരു സ്ട്രക്ചറാണ് ഷോൾഡർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വെറും ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റാണ് നമ്മൾ സംസാരിക്കുന്നത്, അഥവാ നമ്മൾ ഷോൾഡറിന് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഈ കോളർ ബോണ്, പിന്നെ പുറകെ കാണുന്നത് ഫ്ലാറ്റായിട്ടുള്ള സ്കാപ്പുല ബോണ്, അതുപോലെ തന്നെ ഹ്യൂമറസ് എന്ന് പറയുന്ന ഈ കയ്യുടെ ബോണ്, ഇത് മൂന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഇച്ചിരി സ്വല്പം ഇൻഫ്ലുവൻസ് ഉള്ളതെന്ന് പറയുന്നത് ആ കഴുത്തിൻ്റെ 7ാമത്തെ നട്ടലിനും ഇതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ഷോൾഡറിൻ്റെ പുറത്ത്. സോ ഇത്രയും സ്ട്രക്ചേഴ്സാണ് ഷോൾഡർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഷോൾഡറിലൊരു വേദനയോ ഒരു ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൽ എന്തെങ്കിലും തടസ്സം വന്നാലോ ഈ പറയുന്ന ഏത് 3-4 ബോൺസിൽ എവിടെ പ്രോബ്ലം വന്നാലും അത് അഫക്റ്റ് ആകാവുന്നതാണ്. പലപ്പോഴും ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെപ്പോഴും ഈ ജോയിൻറ്റ് തന്നെയാണ്, ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻ്റാണ്, ട്രീറ്റ്മെൻറ്റും അവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ആൾക്കാർ മിക്കപ്പോഴും നമ്മളെ സമീപിക്കുന്നത്. പക്ഷേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബോൺസ് മാത്രമല്ല, ഈ ബോൺസിൽ അറ്റാച്ച് ആയിട്ടുള്ള മസിൽസിനെ കുറിച്ചും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ അസസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഇതിലേതിലാണ് പ്രോബ്ലം എന്ന് നമ്മൾ അസസ് ചെയ്തിട്ട് ആ പ്രോബ്ലം നാരോ ഡൗൺ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സോ അവിടെയാണ് ഈ ഫിസിയോതെറാപ്പിയുടെ ഒരു സിഗ്നിഫിക്കൻസ് ഈ പർട്ടിക്കുലർ പ്രോബ്ലംസിലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഇതിൽ പ്രോബ്ലം കൊടുക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു മസിൽ വീക്കാണെങ്കിലോ ഒരു ജോയിൻറ്റ് സ്റ്റിഫാണെങ്കിലോ ഒരു ജോയിൻറ്റ് മാൽ പൊസിഷനായി അത് സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ അത് വെറുതെ ഒരു മരുന്ന് കൊടുത്ത് നമുക്കത് ഉടനെ റെഡിയാക്കാവുന്ന ഒരു കാര്യമല്ല, അതൊരു ക്യൂർ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് ഒരു ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയതായ മൂവ്മെൻറ്റ്സ് കൊടുത്ത് അത് നമ്മൾ വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ഇൻ ടു ഫങ്ഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഷോൾഡർ കോംപ്ലക്സ്. അതുകൊണ്ടാണ് നമ്മളത് ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഷോൾഡർ ജോയിൻ്റ് എന്നല്ല പഠിക്കുന്നത്, ഷോൾഡർ കോംപ്ലക്സ് എന്നാണ് പഠിക്കുന്നത്. കാരണം കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂണിറ്റ് വിച്ച് കംപ്രൈസസ് ഓഫ് മെനി ജോയിൻറ്റ്സ്, പല ജോയിൻ്റ് ഉള്ള ഒരു യൂണിറ്റാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ മസിൽസ് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റിൽ തന്നെ ഉണ്ട് നമുക്ക് 5 മസിൽ. അപ്പോൾ 5 മസിലിൻ്റെ ഇൻഫ്ലുവൻസിലാണ് പല കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ സ്കാപ്പുല എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ബോണാണ്. നമ്മുടെ ഷോൾഡർ ഈ പറയുന്ന ഹ്യൂമറസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. അത് സ്കാപ്പുലയിൽ നിന്ന് വരുന്നതാണ്. സ്കാപ്പുലയുടെ ഒരു ഭാഗമാണ് ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റി. അപ്പോൾ ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റി
സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ ആ സ്കാപ്പുലായെ ചുറ്റിപ്പറ്റിയുള്ള മസിൽസ് എല്ലാം തന്നെ പ്രോപ്പർ ഫങ്ഷനിങ്, പ്രോപ്പർ ടോണിൽ ഇരിക്കേണ്ടതാണ്. പ്രോപ്പർ ടോൺ, പ്രോപ്പർ ലെങ്ത് ആൻഡ് ടെൻഷൻ, റിലേഷൻഷിപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ് ഒരു ജോയിൻറ്റിലൊരു മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ തന്നെ. സോ അങ്ങനെ വരുമ്പോൾ ആ സ്കാപ്പുലായ ഒട്ടിയുള്ള മസിൽസ് അത് ഒരു 7-8ഓളം മസിൽസ് കുറഞ്ഞത് കാണും. അപ്പോൾ അത്രയും മസിൽസ് തന്നെ അത്രയും പ്രോപ്പർ ടോണിൽ വർക്ക് ചെയ്താലേ ഷോൾഡറിൻ്റേതായ മൂവ്മെൻറ്റ്, ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റിൻ്റേതായ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിൽ വെറും ഗ്ലീനോ ഹ്യൂമറലിലെ 5 മസിലല്ല, പുറയിലെ 8 മസിൽ, പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൻ്റേതായ ആൻറ്റീരിയർ ഈ കോളർ ബോണിന് ആസ്പദമായുള്ള മസിൽസ്, റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസ്, അതെല്ലാം തന്നെ നമ്മൾ അസസ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ എവിടാണ് പ്രോപ്പർലി ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഈ മസിൽസോ ജോയിൻസോ കാരണമാണോ പ്രോബ്ലം, അല്ലെങ്കിൽ ഷോൾഡർ ഈ പറഞ്ഞ ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട്, ക്യാപ്സുലാർ ലിഗമെൻറ്റ്, അതിനാണോ പ്രോബ്ലം. അപ്പോൾ എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്ത് കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്ത് സ്ട്രക്ചറൽ ഡയഗ്നോസിസ് നടത്തി നമ്മൾ ആ ഫിസിക്കൽ ഡയഗ്നോസിസിൽ നമ്മൾ അതിൻ്റെ ആ മെയിൻ പ്രോബ്ലം കോസിങ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ഡെലിവർ ചെയ്യാനും. സോ അതാണ് ബേസിക്കലി ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഷോൾഡർ കോംപ്ലക്സ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. ഈ ഷോൾഡർ പെയിൻ വരാനുള്ള കാരണങ്ങൾ പലതല്ലേ, അപ്പോൾ ഈ ഷോൾഡർ പെയിൻ്റെ കോസേറ്റീവ് ഫാക്ടേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഷോൾഡർ നമ്മളൊരു ജോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും എപ്പോഴും നമ്മുടെ ഫിസിയോതെറപ്പിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പെയിൻ പ്രൈമറി ആയിരിക്കാം, സെക്കൻഡറി ആയിരിക്കാം. പ്രൈമറി എന്ന് പറയുമ്പോൾ ഒരു കാരണം കൂടാതെ ഒരു പെയിൻ സ്റ്റാർട്ടാവുന്നു, അല്ലെങ്കിൽ പെയിൻ കാരണം ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ ആയിരിക്കാം പ്രൈമറി. മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, പാതി ദൂരം ആകുമ്പോഴത്തേന് മൂവ്മെൻറ്റ് നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ അത് ആ ഒരു റേഞ്ച് കഴിഞ്ഞ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേദന തുടങ്ങുന്നു. അപ്പോൾ ആ വേദന കാരണം പേഷ്യൻ്റ് പിന്നീട് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ ആയിരിക്കാം പ്രൈമറി കോസ്. അപ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ കോമൺ ടെർമിനോളജീസ് ഉണ്ട്. മിക്കവാറും പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ പല റെഫറൻസുമായിട്ടാണ് വരുന്നത്. ചില പേഷ്യൻസ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ് വരും, ചില പേഷ്യൻസ് അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നും പറഞ്ഞ് വരും, ചില പേഷ്യൻസ് സൂപ്രാസ്പൈനൈറ്റിസ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞ് വരും, ചില പേഷ്യൻസ് പെരിയാർത്രൈറ്റിസ് ഓഫ് ഷോൾഡർ എന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ ഷോൾഡറിലുണ്ടാകുന്ന വേറെ പല കണ്ടീഷൻസ് ഉണ്ട്. റൊട്ടേറ്റർ കഫ് ടെൻഡിനൈറ്റിസ്, റൊട്ടേറ്റർ കഫ് ടയർ, അതുപോലെ തന്നെ AC ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ, അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെ പല കണ്ടീഷൻസും പല പ്രോബ്ലംസും പറഞ്ഞ് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് പലതും പലതാണ്. ഒരു കോമൺ മാനെ സംബന്ധിച്ച് അത് വെറും പെയിൻ ആയിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഇൻഡെപ്ത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതാണ് ഇങ്ങനെയുള്ള പല കണ്ടീഷൻസാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വെറും പോസ്ചറൽ പ്രോബ്ലം കാരണം പേഷ്യൻസിന് പെയിൻ വരാം, മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഒരു കറക്റ്റായ പോസ്ചർ എന്ന് പറയുന്നത് എത്തരത്തിലാണെന്നൊന്ന് പറയാമോ? ഷോൾഡറിൻ്റെ കറക്റ്റായിട്ടൊരു പോസ്ചർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ അനാറ്റമിക്കൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഷോൾഡറും കാതും എൽബോയും ഒരേ സിംഗിൾ ലൈനിലിരിക്കണം. നമ്മളൊരു സൈഡിൽ നിന്ന് ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിൻറ്റ്, അല്ലെങ്കിൽ ഹ്യൂമറസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഹ്യൂമറസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റേതായ സെൻറ്റർ പോയിൻറ്റ്, ചെവി, അതുപോലെ തന്നെ എൽബോ, പിന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ്, ഇതെല്ലാം ഒരു സിംഗിൾ ലൈനിലിരിക്കണം. അതൊരു സിംഗിൾ ആണെങ്കിലാണ് നമ്മളത് പ്രോപ്പർ പോസ്ചറാണെന്ന് പറയുന്നത്. സോ ദാറ്റ് വുഡ് ബി ആൻ ഐഡിയൽ പോസ്ചർ. അതേസമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും അത് ഒരുപക്ഷെ നമ്മുടെ ആക്ടിവിറ്റീസ് കാരണമാണ്. ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അധികം സമയം ചിലവഴിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അധികം നേരം കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഡ്രൈവേഴ്സ് അധികം നേരം വണ്ടി ഓടിക്കുന്നവർ, അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പോസ്ചറൽ ചേഞ്ചാണ് റൗണ്ടഡ് ഷോൾഡേഴ്സ്. എന്ന് വെച്ചാൽ ഈ ഷോൾഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ തന്നെ അതിൻ്റെ ആ മെയിൻ ന്യൂട്രൽ പൊസിഷൻ മാറി കുറച്ച് മുമ്പോട്ട്, ഈ സാധാരണ കൂനുള്ള ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അധികം മുമ്പോട്ട് പോയിരിക്കും. പക്ഷേ ഈ പോസ്ചറൽ ഡെഫിസിറ്റ് ഉള്ളവർക്ക് അത്രയും പോകത്തില്ല, എങ്കിലും ഒരു പക്ഷേ കുറച്ച്
മുമ്പോട്ട് ഒരു പോസ്ചറൽ ചേഞ്ച്, ഒരു പൊസിഷണൽ മാലലൈൻമെൻറ്റ് നടന്നിരിക്കും. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ഷോൾഡർ പ്രോബ്ലംസ് വരാവുന്നത് വളരെ കോമൺ ആണ്, സാധ്യതകൾ കൂടുതലാണ്. ഡോക്ടർ ഇപ്പോൾ കുറച്ച് മുമ്പേ ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് പറഞ്ഞു, അതെന്താണെന്നൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ ടെർമിനോളജിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു റെഫറൻസോടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളത് അസസ് ചെയ്യും. ഇപ്പോൾ അവർ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കൊളോക്കിയൽ മീനിങ്, ഫ്രോസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രീസിങ് സിറ്റുവേഷനാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ പർട്ടിക്കുലർ പൊസിഷനിൽ സ്റ്റക്കായിരിക്കുകയാണ്, കൈ ഒട്ടും തന്നെ മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. സോ അത് നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് റെഫർ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളത് ശരിക്കും അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഷോൾഡർ ജോയിൻറ്റിനെ കവർ ചെയ്യുന്ന ക്യാപ്സ്യൂളായിരിക്കാം ഒരു പക്ഷേ കൾപ്രിറ്റ് അല്ലെങ്കിൽ പ്രോബ്ലം കോസിങ് ഫാക്ടർ. സോ അതിൻ്റെ പ്രോബ്ലമാണോ, അതിൻ്റെ ടൈറ്റ്നെസ് കാരണമാണോ എന്നും ഞങ്ങൾ ചെക്ക് ചെയ്യും. കാരണം പല റിസർച്ച് ആർട്ടിക്കിൾസ് പറയുന്നത് ഇതിനെ ഡയബറ്റീസുമായിട്ട് ലിങ്ക് ചെയ്യാറുണ്ട്. ഡയബറ്റീസ് ഉള്ള വ്യക്തികളിൽ 60% ആൾക്കാർക്കും വരാവുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. അതുപോലെ ഈ ഫ്രോസൺ ഷോൾഡർ മിക്കതും കാണുന്നത് നോൺ ഡോമിനൻറ്റ് സൈഡ്. നോൺ ഡോമിനൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാത്ത സൈഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഴുതുന്നതും കഴിക്കുന്നതും ഒരു സാധനം എടുക്കണമെങ്കിൽ നമ്മുടെ ഹാൻഡ് ഓഫ് പ്രിഫറൻസ് നമ്മൾ ആദ്യം നീട്ടുന്നത് വലത് കൈ ആയിരിക്കും. അങ്ങനെ ഒരു വ്യക്തി നമ്മൾ പറയല്ലോ വലത് കയ്യനാണ്, വലത് കയ്യനാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇടത് കൈയിലായിരിക്കും കൂടുതലും പ്രോബ്ലംസ് വരുന്നത്. കാരണം ഇടത് കൈ അത്രയും യൂസ് ചെയ്യാറില്ല, വലത് കൈ യൂസ് ചെയ്യുന്ന അത്രയും ഇടത് കൈ യൂസ് ചെയ്യാറില്ല. സോ അങ്ങനെ ഒരു പ്രവണത ഇതിലുണ്ട്, ഹാൻഡ് ഡോമിനൻസ്. അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ, പിന്നെ നമ്മൾ ഈ ക്യാപ്സ്യൂൾ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് പോകും. അതേസമയത്ത് ചിലപ്പോൾ AC ജോയിൻറ്റ്, അക്രോമിയോക്ലാവിക്കുലർ ജോയിൻറ്റ്, ഈ കോളർ ബോണും സ്കാപ്പുല ബോണും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് AC ജോയിൻറ്റ്. സോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും സിവിയർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകാം. അതുപോലെ തന്നെ റൊട്ടേറ്റർ കഫ് ടയർ, സിവിയർ റൊട്ടേറ്റർ കഫ് ടയർ ആണെങ്കിലും ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാലും അത് എക്സാക്ട്ലി ഫ്രോസൺ ഷോൾഡർ അല്ല. അതിൻ്റെ ആ സ്റ്റെബിലിറ്റി അഫക്റ്റ് ആകുന്നത് കാരണം പേഷ്യൻറ്റിന് മൂവ്മെൻറ്റ് ഇല്ലാതെ പോകും. പിന്നീട് അത് ഫ്രോസൺ ഷോൾഡറായിട്ട് മാറും. അന്നേരം അത് ഫ്രോസൺ ഷോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. സോ അതിൻ്റെ ഐഡിയൽ കോസേറ്റീവ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നോക്കും. ഡോക്ടർ, ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ സീരിയസ് ആകാവുന്ന ഒരു കണ്ടീഷനാണോ ഈ ഷോൾഡർ പെയിൻ എന്നുള്ളത്? ഇപ്പം ആണെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ്, നമ്മുടെ ഷോൾഡർ ഫങ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇതിപ്പോൾ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ഒരു കോമൺ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഷോൾഡർ പോസ്ചർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഷോൾഡർ പോസ്ചർ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ പോസ്ചറിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫങ്ഷനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ നമ്മൾ അതിൻ്റേതായ നമ്മുടെ പോസ്ചറോ നമ്മൾ ഏത് പൊസിഷനിലിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ അവിടെ ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഓഫ്കോഴ്സ് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഹെൽപ്പും നമുക്ക് ആവശ്യം വരുന്നു. കാരണം കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് വേണമെങ്കിൽ നമുക്ക് പറയാം, എൻ്റെ ഷോൾഡർ ഒന്ന് ശ്രദ്ധിച്ചോണം, എൻ്റെ പോസ്ചർ ഒന്ന് ശ്രദ്ധിച്ചോണം, ഇച്ചിരി മാറുവാണെങ്കിൽ എന്നെ ഒന്ന് ഓർപ്പിക്കണേ എന്ന് പറയാവുന്നതാണ്. വളരെ കോഡിയലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുള്ള ഒരു കളീഗാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഷോൾഡർ ശരിയാണോ, നമുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൊസിഷൻ ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് പിന്നീട് നമ്മൾ പല ആക്ടിവിറ്റീസ് അതിൻ്റെ കൂടെ ചെയ്യുമ്പോഴും നമ്മുടെ ഷോൾഡർ പോസ്ചർ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോഴും നമ്മൾ പോയി അവിടെ ഒരു ഫ്രിക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ജോയിൻറ്റിൽ തന്നെ നമ്മൾ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഈ പോസ്ചർ മാറിക്കഴിയുമ്പോൾ സ്ട്രക്ചറിൻ്റെ അലൈൻമെൻറ്റ് മാറും, ആ ഷോൾഡർ ജോയിൻസിൻ്റെ അലൈൻമെൻറ്റ് മാറും, മസിൽസിൻ്റെ അലൈൻമെൻറ്റ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ വേറെ സ്ട്രക്ചേഴ്സ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് തന്നെ ഈ മസിൽസിനെ കിടന്ന് ഉരയ്ക്കാൻ തുടങ്ങും.
ഇങ്ങനെ ഉരച്ച് ആദ്യത്തെ പ്രാവശ്യം ഉരച്ചാലും നമ്മൾ കാര്യമാക്കത്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഉരച്ചാലും നമ്മൾ കാര്യമാക്കത്തില്ല. ഒരുപക്ഷെ അന്ന് വൈകുന്നേരമായിരിക്കും നമ്മൾ വളരെ ഹെവി ആയിട്ടോ വളരെ ഒരു സോർ ഫീലിംഗ് ഉണ്ടാകുന്നത്. ജോയിൻറ്റിന് നമുക്കൊരു വളരെ ഒരു കഴപ്പെന്ന് പറയും, ഒരു കഴുപ്പ് പോലെ ഒരു ഫീലിംഗ് നമുക്കവിടെ അനുഭവപ്പെടും ഷോൾഡറിൽ. അപ്പോൾ നമ്മളത് കാര്യമാക്കത്തില്ല. എന്തെങ്കിലും നമ്മളൊരു ടാബ്ലറ്റോ എന്തെങ്കിലും ഒരു പെയിൻ കില്ലറോ ഒരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു പെയിൻ ആണല്ലോ ബേസിക്കലി, പെയിനോ സ്വെല്ലിങ്ങോ കാരണം നമ്മൾ അതിനുള്ള റെമഡീസ് നമ്മൾ നോക്കും. പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും അതേ ഒരു ഫോൾട്ടി പോസ്ചർ, റോങ് പോസ്ചർ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അതേ പൊസിഷനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡാമേജ് ആവുന്ന സ്ട്രക്ചർ വീണ്ടും ഡാമേജ് ആകുകയാണെന്ന് നമ്മൾ ഓർക്കണം. സോ അവിടെ ഡാമേജ് ആയി കഴിയുമ്പോഴാണ് പിന്നീട് ആ സ്ട്രക്ചർ ഇറിവേഴ്സിബിൾ ഡാമേജ് വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഫങ്ഷൻ തന്നെ അവിടെ അഫക്റ്റ് ആകുകയാണ്. സോ പിന്നീട് ആ സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരുപക്ഷെ മസിലായിരിക്കും ഈ പതുക്കെ ഡാമേജ് ആവുന്നത്. സോ പതുക്കെ ഈ മസിൽ ഡാമേജ് ആകുമ്പോൾ നമ്മൾ പിന്നീട് ആ മസിലിൻ്റെ ആ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ആ മസിൽ വർക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിലായി പോകും. സാധാരണ നമ്മൾ കാര്യമായിട്ടൊരു ജോലിയൊന്നും ചെയ്യാത്ത വ്യക്തിയായിരിക്കും ഷോൾഡറും കൊണ്ട് ഫുൾ ടൈം നമ്മൾ ഓഫീസിൽ പോയിട്ട് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുകയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ടീച്ചറായിരിക്കാം, ലെഫ്റ്റ് സൈഡ് ഷോൾഡർ അത്രയും യൂസ് ചെയ്യാതെ വെറും റൈറ്റ് സൈഡ് യൂസ് ചെയ്ത് എഴുതുന്ന വ്യക്തിയായിരിക്കാം. ബോർഡിലൊക്കെ കൂടുതലും കറക്ഷനും കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡും കൊണ്ടായിരിക്കുമല്ലോ ഒരു ടീച്ചറാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു ഡ്രൈവറാണെങ്കിലും രണ്ട് കൈയും വെച്ച് ചെറിയ മൂവ്മെൻറ്റ്സേ കയ്യിൽ നിന്ന് വരുന്നുള്ളൂ. പിന്നെ കൂടുതലും താഴോട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ ഗിയർ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ഷോൾഡറിൻ്റേതായ ഷോൾഡറിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൻ്റെ ഒരു സീരിയസ്നെസ് പോലും ഉടനെ മനസ്സിലാകത്തില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഷിഫ്റ്റിങ്ങോ ഒരു ചെറിയ നമ്മളൊരു ഔട്ടിങ് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുക്കാനോ മാറ്റാനോ എവിടെയെങ്കിലും കൈ എന്തെങ്കിലും പൊക്കാനായിട്ട് കൈ തൂക്കുമ്പോഴായിരിക്കും, കൈ റേസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്നൊരു വേദന അനുഭവപ്പെടുന്നത്. പിന്നെ നമ്മൾ ഓർക്കും ഞാനൊന്നും ചെയ്തില്ലല്ലോ, പക്ഷേ എന്നിട്ട് എനിക്കെന്താ ഈ കൈക്ക് ഇത്രയും വേദന വരുന്നതെന്ന്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു പെട്ടെന്ന് വന്ന ഒരു സംഭവമല്ല, ഇറ്റ്സ് സംതിങ് ക്യുമുലേറ്റീവ്. നമ്മുടെ പോസ്ചറൽ ഓൾട്രേഷൻ കാരണം നമ്മളതൊരു റോങ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തത് കാരണം നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ പോസ്ചറിൻ്റെ വേറെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചുറി വരണമെന്ന് ആവശ്യമില്ല. സംടൈംസ് നമ്മൾ ആ പോസ്ചർ മാറിക്കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഷോൾഡർ തന്നെ ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ മുൻഭാഗത്തുള്ള മസിൽസ് എല്ലാം ടൈറ്റ് ആകും. അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ സൈസ്, മസിലിൻ്റെ ഫൈബറിൻ്റെ സൈസ് തന്നെ കോംപ്രമൈസ് ആയി അത് ടൈറ്റ് ആകും. അതേ സമയത്ത് പിൻഭാഗത്തുള്ള മസിൽസ് എല്ലാം സ്ട്രെച്ച്ഡ് പൊസിഷനിലേക്ക് പോവുകയാണ്, അതെല്ലാം സ്ട്രെച്ച് ആയിരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഷോൾഡറിൻ്റെ മസിൽസിൻ്റെ ഒരു ബാലൻസ് തമ്മിലൊരു മിസ്മാച്ച് വരികയാണ്. സോ അവിടെ ഒരു മിസ്മാച്ച് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ ഫോഴ്സും അവിടെ വീക്കർ മസിൽസും ആണെങ്കിൽ ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഇനി ടെൻഡനൈറ്റിസിനെ കുറിച്ച് ഡോക്ടർ കുറച്ച് മുമ്പേ പറയുന്നുണ്ട്, അതെന്താണെന്നും അതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നും കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സോ ബേസിക്കലി ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞാൽ കൊളോക്കിയൽ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെൻഡൻ ആണ്. ടെൻഡൻ എന്ന് പറയുന്ന സ്ട്രക്ചറിന് നമ്മുടെ ഈ മസിലും ബോണും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സാധനമാണ് ടെൻഡൻ. മസിലിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ടെൻഡൻ. ആ ടെൻഡനാണ് മസിലിൽ പോയി ഇൻസേർട്ട് ആവുന്നത്. സോ നമ്മുടെ മസിലിൻ്റെ കൺട്രാക്ഷൻ്റെ ഫോഴ്സ് ബോണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ടെൻഡനാണ്. സോ ടെൻഡൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ. പക്ഷേ ഈ ടെൻഡൻ പോയി പലപ്പോഴും ഏതെങ്കിലും ഒരു ബോണെ പോയി ഒത്തിരി നേരം കിടന്ന് റബ്ബ് ചെയ്യുകയോ ഉരയ്ക്കുകയോ ചെയ്ത് കഴിയുമ്പോഴത്തേന് ടെൻഡൻ ഈസ് ഓൾസോ എ കണക്റ്റീവ് ടിഷ്യൂ. ഇതൊരു സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചറാണ്. സോ ടെൻഡൻ ക്യാൻ ഓൾസോ റിയാക്ട് ഇൻ ഇറ്റ്സ് ഓൺ വേസ്. അത് ഒത്തിരി അബ്യൂസ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഷോയിങ് സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ, റെഡ്നെസ്, എക്സെട്ര. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആ പേഷ്യൻ്റ് കൈ പൊക്കുമ്പോഴോ ആ ടെൻഡൻ വളരെ ടെൻഡറാണെങ്കിൽ അത് ഉടനെ പെയിനായിട്ട് മാനിഫെസ്റ്റ് ആകും. പേഷ്യൻ്റ് പിന്നെ അവിടെ ആ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. പിന്നെ പേഷ്യൻ്റ് ആ ഷോൾഡറോ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ മൂവ് ചെയ്യാതിരിക്കും. കുറച്ച് നാൾ അത് സ്ട്രക്ചർ റെസ്റ്റിലായിരിക്കും. പിന്നെ അത് കാരണം സെക്കൻഡറി പ്രോബ്ലംസും വരാം. സോ അതിന് കാരണം ഒരുപക്ഷെ ഫോൾട്ടി ടെക്നിക്കായിരിക്കാം. നമ്മളൊരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫോൾട്ടി ടെക്നിക്കായിരിക്കും. കാരണം നമ്മൾ സാധാരണ രീതിയിൽ കൈ പൊക്കി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പൊസിഷനിൽ കൈ പൊക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൈ അകത്തോട്ട് തിരിച്ചുകൊണ്ട് ഷോൾഡർ
അകത്തെ ഭാഗത്തോട്ട് തിരിച്ചുകൊണ്ട് നമ്മൾ പൊക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ 90 ഡിഗ്രീസ് കഴിഞ്ഞ് മേളിലോട്ട് പോകുമ്പോൾ സാധാരണ രീതിയിൽ നോർമൽ മെക്കാനിക്സ് ഓഫ് ഷോൾഡർ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ ഈ ഭാഗം നമ്മൾ വെളിയിലോട്ട് തിരിക്കേണ്ടി വരും. കൈയുടെ ഭാഗം വെളിയിലോട്ട് തിരിച്ചുകൊണ്ടായിരിക്കും പിന്നീട് നമ്മൾ മേളിലോട്ട് പോക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ, ഞാൻ പറഞ്ഞ ഈ റൊട്ടേറ്റർ കഫ് മസിൽസ്, ആ ഷോൾഡറിൻ്റെ ആ മസിൽസ് മേളിൽ പോയി ഹിറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ്. ഈ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻ്റ്, കൊറോക്കോ അക്രോമിയൽ ആർച്ച് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവിടെ പോയി ഉരയാതിരിക്കാനായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ കൈ വെളിയിലോട്ട് തിരിച്ച് മേളിലോട്ട് പൊങ്ങുന്നത്. പക്ഷേ ചില ആക്ടിവിറ്റീസിൽ ഇങ്ങനെ കൊണ്ടുപോയേ പറ്റുമെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ സ്ട്രക്ചർ പോയി മേളിൽ ഇടിച്ച് പിന്നീടത് ഒരുപക്ഷെ ഒരഞ്ഞ് പിന്നീടത് ടെൻഡിനൈറ്റിസ് ആയിട്ട് മാറും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സുപ്രാസ്പൈനറ്റസ്. സുപ്രാസ്പൈനറ്റസ് എന്ന് പറയുന്ന ഒരു മസിലാണ്. ആ മസിലിൻ്റേതായ ടെൻഡനാണ് മിക്കവാറും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അകപ്പെടാറുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ സുപ്രാസ്പൈനറ്റസ് ടെൻഡിനൈറ്റിസ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നും പറഞ്ഞാൽ ഫിസിയോതെറപ്പിയിൽ നമ്മൾ മൊഡാലിറ്റീസ് ലൈക്ക് അൾട്രാസൗണ്ട് ഈസ് വെരി ഇഫക്റ്റീവ്. അൾട്രാസൗണ്ട് ട്രീറ്റ്മെൻറ്റ്, തെറപ്യൂട്ടിക് അൾട്രാസൗണ്ട് കൊടുത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ടേപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. ഈ സുപ്രാസ്പൈനറ്റസ് ടെൻഡിനൈറ്റിസ് കറക്റ്റ് ചെയ്യാനോ അതിൻ്റെ പെയിൻ അവോയ്ഡ് ചെയ്യാനുള്ള ടേപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. റിജിഡ് ടേപ്പ്, കാനസ്റ്റിയോ ടേപ്പ് വെച്ചൊക്കെ ടേപ്പിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനുവൽ തെറപ്പി, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റാണ് മാനുവൽ തെറപ്പി. മാനുവൽ തെറപ്പി വെച്ച് അത് കൈവച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കാരണം നമുക്കത് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ് സ്കാപ്പുലർ സ്റ്റെബിലൈസേഷൻ എക്സസൈസസ്. ഇപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ പൊസിഷൻ ചേഞ്ച് ചെയ്ത് അതിൻ്റെ സ്കാപ്പുലാർ മസിൽസിന് പ്രോപ്പർ എക്സസൈസസ് കൊടുത്തിട്ട് നമ്മൾ സ്കാപ്പുലയും അതുപോലെ തന്നെ ഗ്ലീനോയിഡ് നമ്മുടെ ഹ്യൂമറൽ ഹെഡും കൂടെ തമ്മിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ അധികം റിലീഫും ചേഞ്ചസും കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് സുപ്രാസ്പൈനറ്റസ് ടെൻഡിനൈറ്റിസ്. ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ ഡെഫിനറ്റ്ലി സം സോർട്ട് ഓഫ് അനൽജസിക്സ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് കൊടുക്കും. സോ അതിൻ്റേതായ സിംറ്റംസ് കുറയ്ക്കാനായിട്ട്. സോ വൺസ് അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് വെൻ ദേ കം ഫോർ ഫിസിയോതെറപ്പി വി ക്യാൻ ഡു റിയലി എ ബിഗ് ചേഞ്ച്. ഡോക്ടർ, ഈ ഷോൾഡർ പെയിനെ അസോസിയേറ്റ് ചെയ്ത് കേൾക്കുന്ന ഒന്നാണ് റൊട്ടേറ്റർ കഫ്സ്. അപ്പോൾ പക്ഷെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രോബ്ലംസും അനേകമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ്സ് എന്ന് വെച്ചാൽ എന്താണെന്നും അത് ഉപയോഗിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് എന്താണെന്നും ഒന്ന് പറയാമോ? ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നമ്മുടെ ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അതും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയുടെ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് കാര്യമാണ് ഷോൾഡറിനെ സംബന്ധിച്ച്. കാരണം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് എ ബിഗ് മാഗ്നിഫിഷ്യൻറ്റ് തിങ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. സോ അതിൽ വൺ ഓഫ് ദ സ്പെസിഫിക് മാഗ്നിഫിഷ്യൻറ്റ് തിങ് ഇസ് ദിസ് റൊട്ടേറ്റർ കഫ്. അതിൻ്റെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ മൂവ്മെൻറ്റ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റിയലി ഫാസിനേറ്റിംഗ്. ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ സ്കാപ്പുലയിൽ നിന്ന് വരുന്നതാണ് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് എല്ലാം തന്നെ. ഇപ്പോൾ സുപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, ടീരീസ് മൈനർ, സബ്സ്കാപ്പുലാരിസ്. So we have around 4 muscles which combine and form the rotator cuff. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിൻ്റേതായ മൂവ്മെൻറ്റ്, നമ്മൾ ഷോൾഡർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയും. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ബോൾ പോലെ തന്നെ ഇരിക്കുന്നത്, അതൊരു സോക്കറ്റ് പോലെ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലാണ് പോയി അറ്റാച്ച് ആയിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആർട്ടിക്കുലേഷനാണ് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, ഈ രണ്ട് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ വളരെ കുറവാണ്. പക്ഷേ അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ആണ് മൂവ്മെൻറ്റിൻ്റെ ഫൈൻ ട്യൂണിങ് കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. നമ്മുടെ വെളിയിൽ, ഷോൾഡറിൻ്റെ വെളിയിലുള്ള ഒരു മസിലാണ് ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത്. ആ ഡെൽറ്റോയിഡ് ഷോൾഡറിൻ്റേതായ ഫോർവേഡ് മൂവ്മെൻറ്റ്, ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്, സൈഡ്വേർഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു മസിലാണ്. പക്ഷേ അതിൽ തന്നെ നമ്മളിപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ കൈ അകത്തോട്ടും വെളിയിലോട്ടും തിരിയുന്നുണ്ട്, ഒരു ടേണിങ് മൂവ്മെൻ്റ് ഉണ്ട് നമുക്ക്. ആ ടേണിങ്, അതിൻ്റെ ആ ഫൈൻ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ റൊട്ടേറ്റർ കഫാണ്. അതാണ് മനുഷ്യനും യന്ത്രമനുഷ്യനും തമ്മിലുള്ളൊരു ഡിഫറൻസ്. സാധാരണ ഹ്യൂമൻ ബീയിങ്സും ഒരു റോബോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. റോബോട്ട്സിന് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് റോബോട്ട്സ്.
നമ്മുടെ ജപ്പാനിലൊക്കെ ഇഷ്ടംപോലെ റോബോട്ട്സ് പല കമ്പനീസും തയ്യാറിച്ചിട്ടുണ്ട്, അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു യന്ത്രമനുഷ്യൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാമല്ലോ, അതൊരു സിംഗിൾ എന്താ പറയുന്ന കട്ട് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. അതേസമയത്ത് നമ്മുടെ ശരീരത്തെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന് വളരെ ഗ്രേസ്ഫുൾ മൂവ്മെൻ്റ് ആണെന്ന് പറയും. ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഡയറക്ഷൻ മാറുന്നത് ഓബ്വിയസ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് മൂവ്മെൻറ്റ് കാണാം, തീർച്ചയായിട്ടും മൂവ്മെൻറ്റ് കാണാം. പക്ഷേ നമ്മൾ ഒരു പ്ലെയിനിൽ നിന്ന് വേറെ ഒരു പ്ലെയിനിലോട്ട് ട്രാൻസിഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത് വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഗ്രേസ്ഫുൾനെസ്സിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ റൊട്ടേറ്റർ കഫ് ടെൻഡൻസ് ആണ്, റൊട്ടേറ്റർ കഫ് മസിൽസ് ആൻഡ് ദ ടെൻഡൻസ്. ഇപ്പോൾ നമ്മൾ ഈ റൊട്ടേറ്റർ കഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റേതായ മൂവ്മെൻറ്റ്സും അതിൻ്റേതായ ഫങ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ അതിലൊരു 4 മസിലും ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഒത്തിരി സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജിബു ജോർജ് വർഗീസ് ആണ്. ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഇന്ന് ഡോക്ടർ നമ്മളോട് ഷോൾഡർ പെയിൻ, ടെൻഡനൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ, റൊട്ടേറ്റർ കഫ്സ് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരികയുണ്ടായി. റൊട്ടേറ്റർ കഫ്സിനെ കുറിച്ച് ഡോക്ടർക്ക് ഇനിയും നമ്മളോട് പറയാൻ അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷോൾഡർ പെയിനെ കുറിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങളും സംശയങ്ങളും അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.